വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് കുറുമ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. നമുക്ക് ആദ്യം 5-6 കാഷ്യൂ നട്ട്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 4 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞത്. ഈ സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 5 പച്ചമുളക്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാളയൊക്കെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും അതുപോലെ കുരുമുളക് പൊടിയുടെയൊക്കെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ചതിന് ശേഷം ആ പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അതുപോലെ തന്നെ അളവും വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഈ മുട്ടയുടെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളയ്ക്കേണ്ട, അതിന് ചെറുതായിട്ട് ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി വരുന്തോറും കുറച്ചുകൂടി നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ ഇതുവരെ മുട്ട വെച്ചിട്ട് ഇതുപോലൊരു കുറുമ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.